എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞാനിന്നൊരു ഹോട്ടലിൽ കയറി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്നുണ്ടായൊരു ചിന്തയാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ വെയിറ്റർ നമ്മുടെ ഫുഡൊക്കെ എടുക്കാനൊക്കെ ആയിട്ടും കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് വെള്ളം തരാൻ വൈകി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ വെള്ളം എനിക്ക് നിർബന്ധമാണ്, പെട്ടെന്ന് കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പം 2 ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഒന്നല്ല കേട്ടോ 2 ഉണ്ട് എന്ന് പറഞ്ഞു. ശരി, നമ്മളങ്ങ് ചിരിച്ചങ്ങ് തള്ളി. അത് കഴിഞ്ഞിട്ടും വീണ്ടും ജ്യൂസ് വേണോ, ചായ വേണോ, വേറെ എന്തെങ്കിലും വേണോ, ഐസ്ക്രീം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്തായിരിക്കും? ഒരു ടിപ്പ് അല്ലേ, ചെറിയൊരു ടിപ്പ് തരാം. പക്ഷേ ആ സമയത്താണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചത്, എനിക്ക് ഭക്ഷണം കൊണ്ട് തന്ന് തൊട്ടപ്പുറത്തെ ടേബിള് ക്ലീൻ ചെയ്യുന്ന ഒരു ബോയ്. അപ്പോൾ അവനെ കണ്ട സമയത്ത് അവൻ വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്ത് പോകുന്നു. ഈ വെയിറ്ററെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മളെല്ലാവരും ചെയ്യുന്നത് ഫോളോ ചെയ്യുക മാത്രമാണ് ചെയ്യണത്. അപ്പോൾ ഈ വെയിറ്റർ എന്താ വെച്ചാൽ ഭക്ഷണം കൊണ്ടുവരുന്ന ആൾ തൊട്ടപ്പുറത്തെ അടുക്കളയിൽ നിന്ന് അവർ ചെയ്തു വെച്ച ഭക്ഷണം കൊണ്ടുവച്ച സ്ഥലത്ത് നിന്ന് എടുത്തു കൊണ്ടുവന്ന് നമ്മൾ ടേബിളിൽ വയ്ക്കുക മാത്രമേ ചെയ്യണുള്ളൂ. പക്ഷേ ഈ ക്ലീൻ ചെയ്യുന്ന ബോയ്, അവർക്കല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ പൈസ കൊടുക്കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് മാറ്റി പിടിക്കാം. കാരണം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭക്ഷണം കൊണ്ടുവച്ച ചേട്ടന് 10 രൂപ കൊടുത്തപ്പോൾ അതേ 10 രൂപ തന്നെ ഈ പയ്യനും കൊടുത്തു. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ഈ ചേട്ടൻ്റെ മുഖക്കാകും, ഭക്ഷണം കൊണ്ടുവച്ച ആളുടെ മുഖക്കാകും മാറി. അപ്പോൾ ഞാൻ ആലോചിച്ചത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ഭക്ഷണം കൊണ്ടുവയ്ക്കുന്ന ആൾക്ക് ഒരു ചെറിയൊരു ടിപ്പ് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു ഇത്ര ശതമാനമാണ് അല്ലെങ്കിൽ 10% ആണ് ടിപ്പെന്നൊക്കെയാണ് പലരും പല കണക്കുകൾ പറയുന്നുണ്ട്. എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല എങ്ങനെയാണ് ടിപ്പ് കൊടുക്കുന്നതെന്നൊന്നും ക്ലിയർ ആയിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല. 10% കൊടുക്കണമെന്നൊക്കെയാണ് പറയണത്. എന്തായാലും ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 20 രൂപ അല്ലെങ്കിൽ 10 രൂപയൊക്കെയാണ് ടിപ്പ് കൊടുക്കുന്നത് ഒരൊറ്റയ്ക്കാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് ചെയ്തു വെച്ചാൽ 20 രൂപ കൊടുത്തു. പക്ഷേ 10 രൂപ ഞാൻ ഈ ഭക്ഷണം കൊണ്ടുവച്ച ആൾക്കും 10 രൂപ ഞാൻ ക്ലീൻ ചെയ്യുന്ന പയ്യനുമാണ് കൊടുത്തത്. അപ്പോൾ ആ പയ്യൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ആ പയ്യൻ അങ്ങനെ ഒന്ന് 10 രൂപ കിട്ടുന്നത്. അവൻ അത്ഭുതത്തോട് കൂടിയിട്ട് എന്നെ നോക്കി ചിരിച്ചു. അപ്പം ഞാനും ചിരിച്ചിട്ട് പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പാത്രം വളരെ ക്ലീനായിട്ട് കഴുകുകയും ആ ടേബിൾ വളരെ ക്ലീനാക്കി തുടക്കുകയും നിലത്ത് മുഴുവൻ അടിച്ചു വാരി ക്ലീനാക്കി ചെയ്യുകയും ചെയ്യുന്ന അവർക്കല്ലേ നമ്മൾ ടിപ്പ് കൊടുക്കേണ്ടത്. അല്ലാതെ ഭക്ഷണം അപ്പുറത്തെ അടുക്കളയിൽ നിന്ന് യാതൊരു ആയാസവും ഇല്ലാതെ ജസ്റ്റ് കൊണ്ടുവന്ന് ഇപ്പുറത്തെ ടേബിളിൽ വെക്കുന്നതിനാണോ നമ്മൾ പൈസ കൊടുക്കേണ്ടത്? അല്ല, എൻ്റെ ഒരു സംശയമാണ് കേട്ടോ, ഞാനങ്ങനെ ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ ആർക്കും എങ്ങനെ വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. എൻ്റെ ഒരു ഡൗട്ട്സാണ്. കാരണം അങ്ങനെ ഞാൻ ഇന്നൊരു മാറ്റി ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് നല്ല കാര്യമായിട്ട് തോന്നി. കാരണം അങ്ങനെയുള്ളവർക്കാണല്ലോ, അവരെയാണ് നമ്മൾ ഗൗനിക്കേണ്ടത് അല്ലെങ്കിൽ മാനിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി ശരിക്കും. ഓക്കെ, എന്തായാലും അങ്ങനെ തോന്നുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.